സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ പറ്റിയാണ് നമുക്ക് പിന്നെ സംസാരിക്കാനുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, Allah chose Kinana from Ismail, and Allah chose Quraysh from Kinana, and Allah chose Banu Hashim from Quraysh, and Allah chose me from Banu Hashim. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ലീനിയേജിനെ പറ്റി പറയുകയാണെങ്കിൽ ദി ബെസ്റ്റസ്റ്റ് ലീനിയേജ് ആണ് അറബികൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുടുംബ മഹിമയ്ക്കും ലീനിയേജിനൊക്കെ വളരെ വലുതായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. അവരുടെ എല്ലാ കാര്യത്തിലും കുടുംബം ആണ് അവർ മെയിനായിട്ട് വാല്യൂ ചെയ്യുന്നത്. നല്ല കുടുംബത്തിൽ ജനിച്ച ആൾക്കാർക്ക് നല്ല വാല്യൂ കൊടുക്കും. അപ്പം ആ സമയത്തുള്ള ബെസ്റ്റ് കുടുംബത്തിൽ ജനിച്ച ബെസ്റ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെയൊക്കെ സണ്ണായിട്ട് ജനിച്ച ഒരു വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് വഹബിൻ്റെ മകളായിട്ടുള്ള ആമിനയ്ക്കും അബ്ദുൽ മുത്തലിബിൻ്റെ മകനായിട്ടുള്ള അബ്ദുള്ളയ്ക്കും ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. വിവാഹശേഷം 3 to 5 ഡേയ്സിനുള്ളിൽ അബ്ദുള്ളയ്ക്ക് കാരവനിൽ പോകേണ്ടി വരുവാണ്. അതിനുശേഷം അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി അബ്ദുള്ള അറിയുന്നില്ല ഹിസ് വൈഫ് ഈസ് ഹാവിങ് എ ചൈൽഡ് എന്ന്. പോയിട്ട് സിറിയയിലാണ് പോകുന്നത്. സിറിയയിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് യസ്രിബ് എന്ന സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് അബ്ദുള്ള രോഗശയനാവുകയാണ്. എന്നിട്ട് കൂടെയുള്ള ആൾക്കാരിൽ അബ്ദുള്ള പറയുവാണ്, നിങ്ങൾ നാട്ടിലേക്ക് പോവുക, ഞാൻ ഇവിടെ യസ്രിബിൽ എൻ്റെ ഫാമിലി റിലേറ്റീവ്സ് ഉണ്ട്, അപ്പോൾ അവരുടെ കൂടെ താമസിച്ചിട്ട് ഞാൻ സുഖപ്പെടുമ്പോൾ നാട്ടിലേക്ക് വരാമെന്നുള്ള നിലയ്ക്ക് പറഞ്ഞ് അവരെ അയക്കുകയാണ്. അതിനുശേഷം അവർ നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, 3 മുതൽ 5 ഒരു 1 വീക്കിനുള്ളിൽ മാത്രം ഒന്നിച്ച് താമസിച്ച വിവാഹിതരായി കഴിഞ്ഞ ഒരു പുതിയ കപ്പിൾസാണ്. ഇപ്പം ആമിന ബീവി ഒരുപാട് കാത്തിരിക്കുകയാണ് തൻ്റെ ഭർത്താവിന് വരുമ്പോഴത്തേക്ക് ആ ഒരു സന്തോഷം പങ്കിടാനൊക്കെ ആയിട്ട്. വരുമ്പോൾ അറിയുന്നത് ഈ ഒരു ന്യൂസാണ്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഒരു ന്യൂസാണ് കിട്ടുന്നത്. അബ്ദുള്ളയ്ക്ക് സുഖമില്ല, ഉടനെ തന്നെ പുറകെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് കൂടെ വന്ന ആൾക്കാർ പറയുവാണ്. അതിനുശേഷം അതിൻ്റെ തൊട്ട് പുറകെ തന്നെ അടുത്ത ന്യൂസ് വരുവാണ്, അബ്ദുള്ള മരണപ്പെട്ടു എന്നുള്ളവർ യസ്രിബ് വെച്ച് തന്നെ. യസ്രിബാണ് ലേറ്റർ ഓൺ മദീനയായിട്ട് പേര് മാറ്റപ്പെട്ടത്. നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ സമയത്ത് ആമിനയുടെ വയസ്സെന്ന് പറയുമ്പം 17, 18, 19, അതായത് ഇതിനും എങ്ങനെ പോയാലും ഇതിനും ചെറുതായിട്ടുള്ള പ്രായത്തിലാണ്, ഇത്രയും കുഞ്ഞു പ്രായത്തിലാണ് ആമിന വിധവയാവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് ഉദരത്തിലുണ്ട്. അബ്ദുള്ള മരിക്കുന്ന സമയത്ത് മോസ്റ്റ് പ്രോബബ്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതായത് ഗർഭിണിയാണ് വൈഫ് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാകത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, നബിയെ എന്തുകൊണ്ടാണ് ഈ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദിവസമാണ് എനിക്ക് വഹി ഇറങ്ങപ്പെട്ടത്, ഇന്ന ദിവസമാണ് ഞാൻ ജനിച്ചത് എന്നുള്ളത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എവിടെയും സംശയമില്ല. പക്ഷേ ഏത് ഡേറ്റ്, റബീഉൽ അവ്വലാണ് ജനിച്ചത് എന്നുള്ള കാര്യം സെർട്ടൈൻ ആണ്. പക്ഷേ പണ്ഡിതന്മാർക്കായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 8-നാണ് ജനിച്ചത് എന്ന് പറയുന്നവരുണ്ട്, 10-നാണ് ജനിച്ചത് എന്ന് പറയുന്നവരുണ്ട്, 12-നാണ് ജനിച്ചത് എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഈ ഒരു കേസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വരുന്നത് അബ്ദുൽ മുത്തലിബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതാവിൻ്റെ കീഴിലാണെങ്കിൽ അബ്ദുൽ മുത്തലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സർക്കംസൈഷൻ ചെയ്യുന്നത്. 7-ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സർക്കംസൈസ് ചെയ്ത് വലിയൊരു ഫീസ്റ്റ് അബ്ദുൽ മുത്തലിബ് ഒരുക്കും എല്ലാവർക്കും ആയിട്ട്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് എന്ന് പേര്. അപ്പോൾ ഈ മുഹമ്മദ് എന്നുള്ള പേര് അവിടെ നോട്ട് സോ കോമൺ ആണ്. അപ്പോൾ 2 അഭിപ്രായമുണ്ട്, അവിടെ ആർക്കും ഇല്ല, അതായത് ആരും കേട്ടില്ലാത്തൊരു പേരാണെന്നും പറയുന്നുണ്ട്, അതുപോലെ നോട്ട് സോ കോമൺ ആയിട്ടുള്ള നെയിമാണ്, പക്ഷേ ഉണ്ട്, അങ്ങനെ പറയുന്നതും ഉണ്ട്. എന്തായാലും മക്കയിൽ അബ്ദുള്ള എന്നുള്ള ഒരു പേര് അല്ല, മുഹമ്മദ് എന്നുള്ളൊരു പേര് ആർക്കും ഇല്ലായിരുന്നു.